നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. ED വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞത് തൻ്റെ മകൾക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ്, ആ ചെറുപ്പക്കാരിക്ക് അത്ര സ്വത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് ഹരീഷിന് അറിയാമോ? ഇല്ല. ഹരീഷിൻ്റെ പേഴ്സിൽ എത്ര കാശുണ്ടെന്ന് എനിക്കും അറിയില്ല. ഹരീഷിന് എന്തെങ്കിലും ആസ്തിയുണ്ടോ, വസ്തുവകകൾ എന്തൊക്കെയുണ്ട്, എത്ര വാഹനമുണ്ട്, നമുക്കറിയില്ല അല്ല. അത്ര കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും വ്യക്തിബന്ധം വളരെ അടുത്താണെങ്കിലും അവർക്ക് ചില സ്വകാര്യമായ ചില വിവരങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സ്വകാര്യമായി വയ്ക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ പിണറായി വിജയൻ എന്ത് കണ്ടിട്ടാണ് തൻ്റെ മകൾക്ക് അത്ര വലിയ ആസ്തിയൊന്നും ഇല്ലെന്ന് ശക്തമായിട്ട് പറയുന്നത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ മകളെ അറസ്റ്റ് ചെയ്താലും മകനെ അറസ്റ്റ് ചെയ്താലും എന്നെ തൊടാൻ അനുവദിക്കില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ ദിവസത്തെ ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആ സാരം. അതായത് വേണമെങ്കിൽ നിങ്ങൾ ആരോടെ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ എന്നെ തൊടരുത് അല്ലേ? ഞാൻ പാർട്ടിയാണ്, പാർട്ടി എന്നാൽ ഞാൻ പാർട്ടിയാണ്, എന്നെ തുടരുത്. അല്ലെങ്കിൽ ഈ വിഷയം വീണ്ടും കുത്തി. അതായത് ED എന്ന ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അവർക്ക് നിസ്സീമമായ അധികാരങ്ങളാണ്, കേന്ദ്ര ഫെഡറൽ ഏജൻസിക്കുള്ള അധികാരങ്ങളാണ് അല്ലേ? CBIക്കും NIAക്കും ഉള്ള അധികാരമുണ്ട് അവർക്കുണ്ട്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് പോലീസിനെ പോലെ നമ്മുടെ സംസ്ഥാനം വിട്ടു പോകണമെങ്കിൽ അടുത്ത പോലീസിന്റെ അനുമതി വേണം, അതുപോലെയൊന്നുമല്ല. ഇത് സ്റ്റേറ്റ് വിഷയവുമല്ല. പക്ഷേ ഈ ഒരു ED ക്രമക്കേട് കണ്ടെത്തി എന്നൊക്കെ അറിയുമ്പോൾ അതുകൊണ്ട് എന്താ EDയെ വെറുതെ ചൊറിഞ്ഞ് പണി വാങ്ങിച്ചു വയ്ക്കുകയാണ് അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് EDക്ക് എന്താ വീണ്ടും വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു അല്ലേ? അസാധാരണ നടപടിയൊന്നുമല്ല, സ്വാഭാവികമാണ്. അവർ പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഒരു സംഭവത്തിൽ സ്വാഭാവിക നടപടി തന്നെയാണ് അല്ലേ? വീണയ്ക്കെതിരെ പണം കടത്തിയതിന് മാസപ്പടി വാങ്ങിയതിന് തെളിവുണ്ട് അല്ലേ? വീണയ്ക്കെതിരെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകാം, നടപടിയെടുക്കും. ഇതൊക്കെ വീണ്ടും അവരോട് പറയിപ്പിച്ചു. ആരാണ്? പിണറായി. വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ വന്ന് പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും എന്ന് കരുതിയിട്ടാണ് അണികളും നേതാക്കളുമെല്ലാം MPമാരും MLAമാരും അടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം മുൻ MLAമാരടക്കം അവിടെ തടിച്ചുകൂടിയതും 26 പേർ നേരെ ജയിലിലേക്ക് പോയി. ആ 26 പേർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പാർട്ടിയാണ് ജാമ്യത്തിൽ ഇറക്കി, അത് ശരിയാണ്. പക്ഷേ ഉള്ള കാലം ഇനി ഒരു കേസ് പറഞ്ഞ് നടക്കണമല്ലോ അല്ലേ? ബാക്കി എല്ലാവരും ഈ ചെയ്യിപ്പിച്ചവരെല്ലാം ഇപ്പോഴും പുറത്താണ്. അവരെ പിടിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ED പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ കേസ് അന്വേഷിക്കാതിരിക്കുകയോ. പക്ഷേ ഈ 10 കൊല്ലക്കാലം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു മാസപ്പടി കേസിൽ പെട്ടു എന്നറിയുമ്പോൾ അല്ലേ, അത് കേരളത്തിൽ നാണക്കേടാണ് തീർച്ചയായും. അല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഹവാല ഡീലിംഗേ ഉള്ളൂ, തനിക്കും തൻ്റെ മകൾക്കും ഹവാല ഡീലിംഗ് ഒന്നുമില്ല, തൻ്റെ കൈകൾ ശുദ്ധമാണ്. ഇനി ഒരു ഡയലോഗും കൂടെ അടിക്കാൻ, 1-2 ഡയലോഗും കൂടെ ഇനി അടിക്കാൻ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഈ പാർട്ടിയെ അറിയില്ല, എന്നെയും അറിയില്ല, ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല, പ്രതിപക്ഷ നേതാവല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കിടില്ല. അതെന്ന് പറഞ്ഞു മെയ് 27 വെളുപ്പിനെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൺമുന്നിൽ ED ഉദ്യോഗസ്ഥരായിരുന്നു. അവരോട് അന്ന് ആദ്യം പറഞ്ഞത് ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടുന്നില്ല. അവർക്ക് ക്യാബ് പോലത്തെ എന്ന് ചോദിച്ചിട്ട് അവർ ഇംഗ്ലീഷിലായിരുന്നു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇപ്പം പ്രതിപക്ഷ നേതാവാണെന്നായിരിക്കുമല്ലോ മാറ്റി പറഞ്ഞത്. അപ്പം അങ്ങനെ പിണറായി വിജയൻ ഇത് ഓരോന്നായിട്ട് ഈ മാസ് ഡയലോഗുകൾ ഓരോന്നായിട്ട് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ്, രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടുമെന്നാണ് പാർട്ടി പോലും പറയുന്നത്. രാഷ്ട്രീയമായി എങ്ങനെയാണ് ഒരു വിഷയത്തെ നേരിടുന്നത്? പാർട്ടിക്ക് മുന്നിൽ എന്ത് വിഷയമാണ്? അല്ല, രാഷ്ട്രീയമായി ഒരു വിഷയത്തെ നേരിടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള തെളിവ് കാര്യങ്ങൾ എന്താണ്. വീണ അവിടെ കൊടുത്ത സർവീസ്, വ്യക്തമായ തെളിവ്, ഒരു വീണയ്ക്ക് അവിടെയുള്ള കരാറ്, ഇതെല്ലാം വളരെ കൃത്യമായി പുറത്തേക്ക് വിടണം, തെളിവ് സഹിതം പുറത്തേക്ക്. അതായത് ഇത്ര സർവീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾക്കാണ് എനിക്ക് ഫണ്ട് കിട്ടിയിട്ടുള്ളത്. CPM എന്നുള്ള കേഡർ പാർട്ടി, ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത, പാർട്ടി അനുഭാവി ആണോ ഇല്ലെന്നറിയില്ല, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇടപെടുമോ? അല്ല, ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൽ മെമ്പർഷിപ്പ് ഉണ്ടാകുന്നു എന്നതല്ല ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു പ്രശ്നം. ഇതിൽ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്ത് ഇവർ ആൾറെഡി ഈ കുഴിയിൽ ചാടിപ്പോയി. അപ്പോൾ അല്ലെങ്കിൽ അവരാദ്യം ചെയ്യണമായിരുന്നു, നേരത്തെ ബിനീഷ് കോടിയേരിയുടെയൊക്കെ പ്രശ്നം വന്നപ്പോൾ എങ്ങനെയാണോ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടത് അതേപോലെ ഇടപെടണമായിരുന്നു. ഇവർക്ക് അങ്ങനെ ഇടപെടാനുള്ള സ്കോപ്പ് ഇതിനകത്തില്ല. കാരണം പിണറായി വിജയൻ ഇതിൽ ഇൻവോൾവ് ആണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇതുപോലൊരു കേസിൽ അറസ്റ്റിലായപ്പോൾ
കൊടിയേരി പാർട്ടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞു അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ മരണം വരെ, മരണസമയത്ത് പോലും അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും തിരുവനന്തപുരത്ത് അദ്ദേഹം മന്ത്രിയായിരുന്ന, പാർട്ടി സെക്രട്ടറി ഇരുന്ന തലസ്ഥാനത്ത് പോലും അദ്ദേഹത്തിന്റെ ആ ബോഡി കൊണ്ട് വരാൻ ഇവർ അനുവദിച്ചില്ല അല്ലേ? അതെ, അത്ര രാഷ്ട്രീയമായിരുന്നു. അതായത് പിണറായി എന്ന ഫാമിലി ഇപ്പോൾ ഗാന്ധി കുടുംബം സ്ഥാനം ഒഴിഞ്ഞു. അതെ കൊടിയേരി സ്ഥാനം മാറുന്ന അന്വേഷണം ഇവിടെ ആരും മാറിയില്ല. അതെ, അവിടെ മകനാണെങ്കിൽ ഇവിടെ മകളാണ്. അതെ, മകളാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ ഗാന്ധി കുടുംബം എങ്ങനെയാണോ കോൺഗ്രസ്സിൽ, അതുപോലെ ഒരു കുടുംബ ആധിപത്യത്തിന് കീഴിലേക്ക് പാർട്ടിയെ തൻ്റെ ഗൃഹാധിപത്യത്തിന് പുറത്തേക്ക് പിണറായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തനിക്ക് നേരെ, തൻ്റെയും തൻ്റെ മകൾക്ക് നേരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് എന്ന രീതിയിൽ ഈ പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രാഷ്ട്രീയമായിട്ട് ആ വിഷയത്തെ നേരിടുന്നു എന്ന് വയ്ക്കുക. എങ്ങനെയാണ് നേരിടേണ്ടത്? രാഷ്ട്രീയമായിട്ടാണെങ്കിൽ വളരെ അവരുടെ കൈകളിലുള്ള കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വിടുക. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണാറ്റി ഇന്ന കാര്യങ്ങൾക്കാണ് പൈസ വാങ്ങിയത്, ഇത്ര കാര്യത്തിനാണ് നിങ്ങൾ വിദേശത്തേക്ക് കാശ് കൊടുത്തത്. ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഈ കമ്പനി മാത്രമല്ല, എനിക്ക് മറ്റൊരു കമ്പനി കൂടിയുണ്ട് എന്നുള്ള കാര്യം പറയണമായിരുന്നു. ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനമുണ്ട്. ഇനി വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷം പോലും ലേക്കർ ഇന്ത്യ എന്നൊരു സ്ഥാപനം ഉണ്ട് എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറല്ല. ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇവിടെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിനകത്ത് വേറെ ഒന്നുമില്ല എന്നൊക്കെ തുറന്നു കാണിക്കാൻ ഇവർക്ക് കഴിയണമായിരുന്നു. പക്ഷേ അവർക്കത് കഴിയില്ല. അതിൻ്റെ കാര്യം പിണറായി വിജയൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല എന്ന് പറയാൻ മാത്രമേ പറ്റൂ. പിന്നെ പറ്റുന്നൊരു കാര്യം, ഞങ്ങൾ വലിയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഇന്ന ആനയുണ്ട്, ചേനയുണ്ട്, മിസൈലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പേടിപ്പിക്കാം. പക്ഷേ ഇതൊന്നും കേട്ട് വിരളാൻ വേണ്ടിയിട്ട് EDയോ മറ്റ് കേന്ദ്രസേനയൊന്നും ഇവിടെ ആളെ കിട്ടില്ല. അവർ കൃത്യമായ രീതിയിൽ അന്വേഷിക്കും. മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ പ്രധാനമായിട്ടുള്ളത്. മുദ്രാവാക്യങ്ങൾക്കപ്പുറം അത് രാഷ്ട്രീയമല്ല, അത് ഭയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇന്ന മുദ്രാവാക്യങ്ങളുണ്ടെന്ന് ഭയപ്പെടുത്തുകയാണ്. ഇന്ന് കോഴിക്കോട് വിശദീകരണ യോഗം നടക്കുമ്പോഴാണ്. വിശദീകരണ യോഗത്തിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഇങ്ങനെ തൊട്ടിട്ടില്ല, ഞങ്ങൾ ഈ രീതിയിലാണ് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്, വീണ ഇത്ര സർവീസ് കൊടുത്തു. എന്ത് സർവീസാണ് കൊടുത്തത്? ജനങ്ങളോട് എന്ത് വിശദീകരിക്കാനാണ്? ഒന്നും വിശദീകരിക്കാൻ പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടില്ല. അതെ, മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ ഒരു ഇടി വന്നു. അതെ, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് സൊലേസ് എന്ന കമ്പനി, പിന്നെ റിയാസിന്റെ 3 സുഹൃത്തുക്കളിലേക്ക്, അവരെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ DYFI പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതെ, അതേപോലെ തന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഇവരുടെയൊക്കെ വീടുകളിലെ സ്ഥാപനങ്ങൾ, സൊലേസ് എന്ന സ്ഥാപനം, ഇവിടെയൊക്കെ റെയ്ഡ് ചെയ്തു. അതാരാണ്? മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണ്. മുഹമ്മദ് റിയാസിനെ വിളിച്ചു വരുത്തിയിട്ടില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ തന്നെ വിളിച്ചു വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകളെ വിളിച്ചു വരുത്തി അല്ലേ? മകളെ വിളിച്ചു വരുത്തി അതിൽ പാർട്ടി എന്ത് വിശദീകരണം കൊടുക്കും ജനങ്ങളോട്? അല്ല, വിശദീകരിക്കാനായിട്ട് ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവരാകെ കൂടെ ചെയ്യുന്നത്, ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് ഇതിനകത്ത് കുറേ മുദ്രാവാക്യം വിളികൾ മാത്രമായിരുന്നു. പിന്നെ മറ്റൊന്ന് ചെയ്തത് EDയെ നേരിട്ട് ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും എന്നാണ്. ചീമുട്ട എറിഞ്ഞാൽ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഉള്ളത് മാത്രമേ കരുത്തെ ഭാരതത്തിൻ്റെ കേന്ദ്രസേനകൾക്കുള്ളൂ, ഇത്ര അന്വേഷണ സംഘത്തിനുള്ളൂ. ഇവരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവരാണ് ശരിക്കും കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങളെയും രാജ്യത്തിനകത്തുള്ള, ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കൺട്രിയാണ്, ലോകത്തിലെ ഏറ്റവും ഒന്നാം നിര രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ കേന്ദ്രസേനയ്ക്ക് നേരെയാണ് ചീമുട്ട എറിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത്. എന്ത് വിഡ്ഢിത്തമാണ് ഇവർ കാണിക്കുന്നത്? അപ്പോൾ ഇവരുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള തെളിവോ അവർക്ക് അനുകൂലമായ രീതിയിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെ കൂടെ പിണറായി വിജയൻ എന്ന ബിംബം ഉടഞ്ഞു പോകരുത് എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിന് കീഴിലാണ് ഇപ്പോൾ പാർട്ടി. താല്പര്യം അതെ, ആ ബിംബം ഉടഞ്ഞു പോകരുതെന്ന് ആർക്കാണ്? അല്ല, ഈ പാർട്ടിയിലെ ആൾക്കാർക്ക്, ഈ പാർട്ടിയിലെ നേതൃത്വത്തിന്. കാരണം പിണറായി വിജയൻ ആണ് ഫണ്ടിന്റെ ഒരു സോഴ്സ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇതേപ്പറ്റി കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല. അല്ല, പിണറായി വിജയനാണ് പാർട്ടിയിലെ ഫണ്ട് റൈസർ. അതിൻ്റെ സോഴ്സ് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ കുടുങ്ങിയാൽ ഈ പിണറായി വിജയൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് ബാക്കി പല ആൾക്കാരും കുടുങ്ങും. റിയാസിൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കുടുങ്ങും. അക്ഷരാർത്ഥത്തിൽ പാർട്ടിക്ക് സംഭവിക്കുന്നത് വലിയ അപജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴായിക്കോട്ടെ CPI കൂടി ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ ഇത് ഉപയോഗിക്കുവാനും കൂടെ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ കുറേ കാലത്തേക്ക് പാർട്ടി എന്നത് അങ്ങ് മൂടി വച്ചാൽ മാത്രം മതി. 1927 ബ്രിട്ടനെ ഭയന്നിട്ട് ഈ ഓടി മറഞ്ഞതുപോലെയല്ലേ, ആ മറഞ്ഞു പോയ അതേ അവസ്ഥ വീണ്ടും പാർട്ടിക്കുണ്ടാവും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കൊന്നുമില്ല കേട്ടോ. അതെ, അപ്പം അങ്ങനെ ഓടി മറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരും. വീണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടേണ്ടി. അതെ, വീണ്ടും അവരുടെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വരുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിലും വീണ വിജയന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ വീണ വിജയൻ അത് പരസ്യമായി പറയാമല്ലോ, ഇടിക്ക് പക്ഷെ ഇടി പറയുന്നത് ഇപ്പൊ രണ്ടാമത് വീണ്ടും വാർത്താക്കുറിപ്പിൽ ഇടി പറയുന്നത് പണം കൈപ്പറ്റിയതിന് തെളിവുണ്ട്, പണം വിദേശത്തേക്ക് റിവേഴ്സ് ഹവാല വഴി വിദേശത്തേക്ക് പണം കടത്തിയതിന് തെളിവുണ്ട്, കടത്തി എന്നാണ് അവർ പറയുന്നത് അല്ലേ, ഈ പണം കടത്തിയതിന് തെളിവുണ്ട്. പിന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും, വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം, നടപടികൾ എടുക്കും. യഥാർത്ഥത്തിൽ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അതായത് സ്റ്റേറ്റ് കോൺഗ്രസിന് വേണമെങ്കിൽ ഇതിന് അന്വേഷണം നടത്താൻ കേട്ടോ, അതായത് സംസ്ഥാന സർക്കാരിന്. പക്ഷെ അവർ അന്വേഷണം നടത്തില്ല. കാരണം 15 അന്വേഷണം നടത്തേണ്ട ആവശ്യമാണ്. 15% KSIDCയുടെ ഷെയർ ഈ സ്ഥാപനത്തിനകത്തുണ്ട്. അതായത് 15% ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ എന്ന് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും 15% ഷെയർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുജനത്തിൻ്റെ പൈസയാണ്. ഇപ്പോൾ KSIDCയുടെ ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിനകത്ത് ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയി. KSIDCയുടെ പണം ചെലവാക്കിയാണ് ഈ SFIO അവരുടെ മൊഴികൾ റദ്ദ് ചെയ്യണം, SFIയുടെ നീക്കങ്ങൾ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ആദ്യം ഹൈക്കോടതി പോകുന്നത്, സുപ്രീം കോടതി പോകുന്നതൊക്കെ. ഈ ഹൈക്കോടതി കേരള ഹൈക്കോടതി SFIOയുടെ അത് ശരിവെച്ചു കൊടുത്തു, ഇഡിയുടെ നീക്കങ്ങൾ ശരിവെച്ചു. അങ്ങനെയാണല്ലോ ഇഡി വീണ്ടും ഇതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പല പരിശ്രമങ്ങളും നടത്തി. അത് ഒരു ഭാഗത്ത് അവിടെ ഉണ്ട്. ഒരുപാട്, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും CPMൻ്റെ പ്രതിനിധികൾ ചോദിച്ചിരുന്നു, എന്തേ ഇത്ര വർഷം ഒരു അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കാതെ. ഈ കേസിൽ അതായത് വിചാരണ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട പല രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്തി. 2004 ഏപ്രിലാണ് SFIയുടെ ആ ഫൈൻഡിങ്സ് വരുന്നത്. ആ ഫൈൻഡിങ്സ് SFIO കോടതിയിൽ കൊടുത്തത്. ഈ SFIയുടെ ആ ഫൈൻഡിങ്സിന്റെ റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇഡിയോട് കേസന്വേഷണമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഈ SFIയുടെ റിപ്പോർട്ട് പകർപ്പ് വാങ്ങിക്കുന്നത്. 53 വാല്യങ്ങളായിട്ടാണ്, 1500 പേജുണ്ട്. SFIയുടെ കണ്ടെത്തലുകളാണ്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ 85 ലക്ഷം രൂപ അത് ഗൾഫ് നാടുകളിലേക്ക്, ദുബായിലേക്ക് കടത്തി എന്നാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അത് റിവേഴ്സ് ഹവാലയാണ്. അതായത് വീണ വിജയൻ തൻ്റെ വരുമാനത്തേക്കാൾ കൂടുതൽ തുക കടത്തിയിരിക്കുന്നു. അത് PMLA നിയമപ്രകാരം, മണി ലോണ്ടറിങ് നിയമപ്രകാരം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA നിയമപ്രകാരം അത് അടുത്ത കേസ് വരികയാണ് അല്ലേ. റിവേഴ്സ് ഹവാലയ്ക്ക് കേസ് വരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരോ കേസുകളായിട്ട് ഇനി വീണ വിജയൻ ഇതിനൊക്കെ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. ഇഡിയുടെ നടപടി, കാരണം ഇതേ ഇഡി ആണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടത് ഇടപാട് കേസിൽ. അവിടുത്തെ ഈ ബാർക്കോഴ കള്ളുമായി ബന്ധപ്പെട്ട ഇടപാട് കേസിൽ പിടിച്ചകത്തിട്ടു. തിഹാർ ജയിലിലായിരുന്നു മാസങ്ങളോളം അല്ലേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇറങ്ങിയത്. പിന്നെ സ്വാഭാവികമായിട്ട് ജാമ്യം കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരികെ പോകേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയായിരുന്നു. അപ്പോൾ ഇഡിക്ക് മുന്നിൽ ആരും വലിയവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇതിനകത്ത് പ്രതിബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിന് 2 ഘട്ടമായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, ഇതിനകത്തേക്ക് അതായത് ആരുടെ കൈകളും ശുദ്ധമല്ല എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു വിഷയം. അതായത് പിണറായി വിജയനും മകളും ഇതിനകത്ത് പ്രതികളാണ്. പക്ഷേ ഈ കേസ് കുറച്ചും കൂടെ സമഗ്രമായി അന്വേഷിച്ചാൽ ചിലപ്പോൾ UDFൻ്റെ നേതാക്കന്മാരും ഇതിനകത്തേക്ക് ഉണ്ട്, ചിലപ്പോൾ നല്ല ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു അറിവ്. അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, അതായത് ഈ 2007 വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ കൈകളിലേക്ക് കാശെത്തിയിട്ടുണ്ട് എന്നാണ്, കർത്തയുടെ കൈകളിൽ നിന്ന്. അപ്പം പല ആൾക്കാരും പിന്നെ അതോടൊപ്പം തന്നെ 50 ലക്ഷത്തോളം ഏതൊരു പത്രത്തിന് പോലും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കാശ് പലരിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ കൂടുതൽ കുടുങ്ങാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു ബിനാമി എന്ന രീതിയിലാണ് ഇവിടെ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്ന പൈസ. അതാണ് ഇഡി നോക്കുന്നത്. ഇഡി നോക്കുന്നത് അതാണോ എന്നാണ് അവർക്ക് സംശയം. കാരണം അങ്ങനെയാണെങ്കിൽ ഇഡിയുടെ അന്വേഷണം ഇവിടെ നിൽക്കും, വീണയിൽ ഒതുങ്ങില്ല. ഇഡി ഇപ്പോൾ വളരെ സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നത് ഈ വിഷയത്തിൽ വീണ വിജയൻ്റെ റോൾ എന്താണ്. കാരണം വീണ വിജയൻ 2019
തൻ്റെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടുന്ന നഷ്ടത്തിലാണെന്ന് കാട്ടുന്നത്. 2020 മുഹമ്മദ് റിയാസുമായി വിവാദത്തിലേർപ്പെടുന്നു. അതിനുശേഷമാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കൾ വഴി വിദേശത്തേക്ക് പണം അയക്കുന്നത് അല്ലേ. അതാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പുതിയൊരു കമ്പനി വീണ്ടും തുടങ്ങുന്നു. ഇതെല്ലാം ED കണ്ടെത്തിയിരിക്കുന്നു. വീണ കൊടുത്ത മൊഴിയിലില്ല. അപ്പം അതിനുശേഷം വീണ ഈ എക്സാലോജിക്ക് നഷ്ടത്തിലായിട്ടും ഇവർ പണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏതാണ്ട് 2.72 കോടി രൂപ കൊടുത്തു. പിന്നെ ഒരു 55 ലക്ഷം രൂപ വായ്പയായി കൊടുത്തു. CMRL മാത്രം. അത് ഒരു കേസിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. മറ്റേ ഈ 85 ലക്ഷം രൂപ എങ്ങനെ അയച്ചു വിദേശത്തേക്ക്? ഈ 2.72 കോടി രൂപ വീണയ്ക്ക് ലഭിച്ചത് എവിടെയാണ് പണം? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 2-3 വർഷത്തെ ഗ്യാപ്പ് ഇതിനിടയിലുണ്ട്. അതായത് റിയാസിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പും വിവാഹം ചെയ്തതിന് ശേഷമാണ് ഈ റിവേഴ്സ് ഹവാല എന്ന് ED പറയുന്ന ആ കേസ് വരുന്നത്. അതിന് മുമ്പാണ് CMR 2016 മുതലാണ് ശശിധരൻ കർത്തയിൽ നിന്ന് CMRൽ നിന്ന് പണം വാങ്ങുന്നത്. മാസപ്പടി ചില നിർദ്ദിഷ്ട IT സേവനങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒരു സേവനം കിട്ടിയിട്ടില്ലെന്ന് തുടക്കത്തിലെ കർത്ത കുമ്പസരിച്ചിട്ടുണ്ട്. ശശിധരൻ കർത്തയും കുടുംബവും കുമ്പസരിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മക്കളാണ് ഈ ഇടപാടിൽ എൻ്റെ മകൾ കുരുങ്ങുന്നേ, എൻ്റെ മകളായതുകൊണ്ടാണ് കുരുങ്ങുന്നത്. അതെ, പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് കുരുങ്ങുന്നത്. കാരണം പിണറായി വിജയൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിജയൻ്റെ മകളല്ല, സാധാരണ കണ്ണൂറുള്ള പിണറായിയിലുള്ള ഒരു വിജയൻ്റെ മകളല്ല. പിണറായി വിജയൻ്റെ മകളായ വീണ തൈക്കണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, 10 വർഷം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ബോധ്യമാകും. അത് പിണറായി വിജയൻ ഈ എന്താ പറയുക ഇരവാദം ഉന്നയിച്ചിട്ടൊന്നും അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങനെ കണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ്, ഞാൻ ഇങ്ങനെ കണ്ട് ഇത് സംഭവിച്ചതാണ്, ഞാൻ കൈയടിക്കുമ്പോൾ എല്ലാവരും ഓടുമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടി തപ്പാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ശരിക്കും കഴിഞ്ഞ ദിവസം വീണയെ അദ്ദേഹം തള്ളി പറയും. സ്വന്തം മകളെ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൻ്റെ മകൾ ഈ ഇടപാടിൽ ED കുറ്റക്കാരിയാണെന്ന് ED കണ്ടെത്തിയ വീണ അനധികൃതമായ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ വീണ വിജയൻ തള്ളി പറഞ്ഞിരിക്കുന്നു വീണയെ അല്ലേ. വീണ ആദ്യമേ പറഞ്ഞത് വീണ വിജയൻ എന്താ പറയുന്നത്, എന്തിനാ അങ്ങനെ വിളിക്കുന്നത് പേരിലായിരുന്നു ആദ്യം തള്ളി പറഞ്ഞത്. വീണ ടി എന്ന് വിളിച്ചാൽ പോരെ, വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറുമുള്ള റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള പല ചാനലുകളും വീണ ടി അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്നാണ് പറയുന്നത്. വീണ വിജയൻ എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് ഇപ്പോഴില്ല. അതൊരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ യഥാർത്ഥം പിണറായി വിജയന്റെ മകൾ അച്ഛൻ്റെ പേര് അവർക്ക് കൂടെ ചേർക്കുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം പിണറായി വിജയൻ ആണെങ്കിലും വിജയൻ കോരൻ എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് വലിയ ബുദ്ധിമുട്ടാണ്. വീണ വിജയൻ എന്ന് പറയുമ്പോഴും അതേപോലെ ബുദ്ധിമുട്ടാണ്. ED പിടിമുറുക്കിയതിനു ശേഷമാണ് ഷോൺ ജോർജ് SFIയെ സമീപിച്ചതിന് ശേഷമാണ്, ഷോൺ ജോർജ് ഹൈക്കോടതി സമീപിച്ചതിന് ശേഷമാണ് ഈ പേര് മാറ്റം. വീണയ്ക്ക് അതുവരെ വീണ വിജയൻ എന്നറിയപ്പെടാൻ താല്പര്യം. എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്ന വീണ വിജയൻ, പിണറായി വിജയന്റെ മകൻ കമല വിജയൻ, ഭാര്യ മകൾ വീണ വിജയൻ. പിന്നീട് പെട്ടെന്ന് കേസ് വന്നപ്പോൾ വിജയൻ വേണ്ട. അതേപോലെ തന്നെ ഈ വിജയനും മകളുടെ കൂടെ വിജയൻ ചേർക്കും താല്പര്യമില്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനും. ഇപ്പോൾ അദ്ദേഹം കുട്ടിയുടെ അവരുടെ ഭാവികതാണ് നല്ലത്. വിജയൻ ചേർത്ത് കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോഴതാ വീണ്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തള്ളി പറഞ്ഞിരിക്കുന്നു, തനിക്കൊന്നും അറിയില്ല അല്ലേ, വീണയുടെ അത്രയും പണമില്ല എന്നൊക്കെ പറഞ്ഞ് അത് എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സൂപ്പർ കുമ്പസാരം. കുമ്പസരിച്ച് കഴിഞ്ഞാൽ ED വെറുതെ വിടുമെന്നാണ്. അല്ല, ഈ ചക്കരക്കുടത്തിൽ കൈ ഇട്ടാൽ കൈ ഉറുമ്പരിക്കും തീർച്ചയാണ് അല്ലേ. കൈ ഉറുമ്പരിച്ചിരിക്കും. ചക്കരക്കുടത്തിൽ കൈ ഇട്ടവരെല്ലാം നക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്. അതാണ് EDയുടെ കൺസെപ്റ്റ്. പക്ഷേ EDയുടെ അറിയാൻ ശ്രമിക്കുന്നത് ശരിക്കും ഈ വീണയിൽ അവസാനിക്കുമോ, വീണ മുതൽ കർത്തവരെയാണോ പ്രതിപട്ടിക, അതൊക്കെയാണ് ED അന്വേഷിക്കുന്നത്. പക്ഷേ ED ഇങ്ങനെ പതുക്കെ അന്വേഷണത്തിൻ്റെ ഈ വിസ്തൃതി കൂട്ടിക്കൊണ്ടുവരികയാണ് അല്ലേ. ഇതിനിടയ്ക്ക് ആരെയൊക്കെ വിഴുങ്ങാൻ പറ്റുമെന്ന് ED നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ED കേന്ദ്ര ഏജൻസിയാണ്. അവർ കേന്ദ്ര അന്വേഷണ നിയമം. പിണറായി വിജയനുള്ള കുരുക്ക് മുറുകി കഴിഞ്ഞു. ഇനി അത് പരസ്യമാക്കിയാൽ മതി. തീർച്ചയായും ഈ ഒരാഴ്ച നിർണായകമാണ്. ഈ ഓണസമയം വളരെ നിർണായകമാണ്. ഇവരെയൊക്കെ ഓണം ആഘോഷിക്കാൻ സമ്മതിക്കുമോ എന്ന് ED അനുവദിക്കുമോ എന്ന് നമുക്ക് ഇനി കണ്ടറിയണം.
കാരണം 26 പ്രതികളുണ്ട്, അവർ ജാമ്യത്തിൽ വിട്ടു. കാരണം ഇ ഡിക്ക് ഇനി അവരുടെ ആവശ്യമില്ല. അത് ഈ കേസുമായിട്ട് ബന്ധമില്ല. ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നാണ് കേസ്. അല്ല, അവർക്കെതിരെ അതെ, അത് വേറൊരു കേസാണ്. ഇപ്പൊ ജാമ്യം കിട്ടിയ ഒരു കേസ്, പിന്നെ ഇപ്പൊ വിചാരണ സ്റ്റേറ്റ് ആണല്ലോ. അതെ, നമ്മുടെ സ്റ്റേറ്റ് ഒരു പ്രോസിക്യൂട്ടർ വെച്ചിട്ടുണ്ട് വിഷയത്തിൽ, ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേരളത്തിന് വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു വിഷയങ്ങളിൽ, ഈ മണി ലോണ്ടറിങ് വിഷയത്തിലൊന്നും കേരളത്തിന് ഒരു സെയിം ഉണ്ടാകില്ല. വി ഡി സതീശൻ സർക്കാരിന് ഇ ഡിക്കൊപ്പം നിൽക്കാനല്ലാതെ ഇ ഡി എതിർക്കാനോ ഇ ഡിയുടെ നീക്കങ്ങൾ തെറ്റാണെന്ന് പറയാനോ ഒന്നും ഒരു സംസ്ഥാന സർക്കാരിന് അധികാരം ഉണ്ടാകില്ല, അവർക്ക് കഴിയില്ല. ഇതിലിനിപ്പോൾ ഇ ഡിയാണ് കണ്ടെത്തേണ്ടത്. ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊച്ചിയിലെ ഓഫീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം ഈ കേസിലുണ്ട്. കാരണം ഈ പണം എവിടെ പോയി എന്നുള്ളതാണ്. രാജ്യമൊട്ടാകെ ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ 300-ഓളം ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള പല വ്യവസായികളുടെയും പല ഇടപാടുകാരുടെയും റിവേഴ്സ് ഹവാല അടക്കം ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് വീണയാണ്. അതുകൊണ്ടാണ് വീണയ്ക്കെതിരെ ഇ ഡിയുടെ വേറൊരു വിഭാഗമാണ് ഈ വിദേശത്തേക്ക് പണം കടത്തി എന്ന കേസ് അന്വേഷിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഹരി പറഞ്ഞതുപോലെ കുരുക്ക് മുറുകയാണ് അല്ലേ?